ഡൽഹിയിലെ ജന്തർ മന്ദറിൽ യുവാക്കളുടെ ശക്തമായ പ്രതിഷേധം ദിവസങ്ങളായി നടന്നു വരികയാണ്. ചോദ്യപേപ്പർ ചോർച്ച സർവ സാധാരണമായി മാറുകയും ഗവൺമെന്റ് ഉത്തരവാദിത്വമില്ലാതെ പെരുമാറുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് രാജ്യത്തെ യുവത പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിയത്. സോനം വാങ്ചുക്കിനെ ബലാത്കാരമായി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഡൽഹി പോലീസ്. അദ്ദേഹത്തിന്റെ ജീവന്റെ കാര്യത്തിൽ ആശങ്കയുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യം നിരീക്ഷിക്കണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. CJP നടത്തുന്ന സമരത്തെ അടിച്ചമർത്തുകയാണ് ഡൽഹി പോലീസ്. രാജ്യത്തെ യുവാക്കളെ നിർദ്ദയം തല്ലിച്ചതക്കുന്ന കാഴ്ച നാം ഇന്നലെ കണ്ടു. ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന രാജ്യത്തെ ചെറുപ്പക്കാരോട് നിഷേധാത്മകമായ നിർദ്ദയമായ സമീപനമാണ് മോദി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. CJPയുടെ ഉത്ഭവം, ആ സമരം അത് രൂപപ്പെടാനുണ്ടായ കാരണം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ഫാഷിസ്റ്റ് ഭരണകൂടം ഒരിക്കലും പൗരന്മാരെ അംഗീകരിക്കുന്നില്ല. നിരാഹാര സമരം എന്ന് പറയുന്ന ഹങ്കർ സ്ട്രൈക്ക് തുടങ്ങുന്നത് ഗാന്ധിജിയാണ്. ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ ഉപയോഗിച്ച അഹിംസ സമരമാർഗത്തിന്റെ ഭാഗമാണ് ഹങ്കർ സ്ട്രൈക്ക്. അന്ന് ഗാന്ധിജിയുടെ ആരോഗ്യത്തെക്കുറിച്ച്, ഗാന്ധിജിയുടെ ജീവനെക്കുറിച്ച് ബ്രിട്ടീഷുകാർക്ക് ഭയമുണ്ടായിരുന്നു, ആശങ്കയുണ്ടായിരുന്നു. ഗാന്ധിജിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വലിയ തെറ്റാണ്, ഗുരുതരമായ വീഴ്ചയാണെന്ന് മനസ്സിലാക്കാനുള്ള ജനാധിപത്യ ബോധം ബ്രിട്ടീഷുകാർക്ക് അന്ന് ഉണ്ടായിരുന്നു. ഇന്ന് സമരം നടത്തുന്ന, നിരാഹാര സമരം നടത്തുന്ന ആളുകളോട് ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ സമീപനം എന്താണ്? ഗാന്ധിജിയുടെ സമരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് സൗത്ത് ആഫ്രിക്കയിൽ വർണ്ണവിവേചനത്തിനെതിരെ നെൽസൺ മണ്ടേലയുടെ പോരാട്ടം ആരംഭിക്കുന്നത്. കറുത്ത വർഗക്കാരുടെ വിമോചനത്തിന് വേണ്ടി അവരുടെ സമരം ആരംഭിച്ചു. ഗാന്ധിജിയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് അവിടെയുള്ള സമരം വികസിക്കുന്നത്. എന്നാൽ ഒരു ഘട്ടത്തിൽ ഗാന്ധിജിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു അഹിംസ മാർഗമായിരുന്നില്ല നെൽസൺ മണ്ടേലയുടെ ആളുകൾ ദക്ഷിണാഫ്രിക്കയിൽ സ്വീകരിച്ചത്. ഗാന്ധിജിയുടെ അതേ സമരമാർഗം സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. പലരും ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ അഹിംസ മാർഗം തിരഞ്ഞെടുക്കാത്തത്? അവർ പറഞ്ഞ മറുപടി കൃത്യമാണ്. അന്ന് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് ഗാന്ധിജിയെ പറ്റി അറിയാമായിരുന്നു. ഗാന്ധിജിയുടെ ജീവന് അവർ വില കൽപ്പിച്ചിരുന്നു. എന്നാൽ ഞങ്ങൾ സമരം ചെയ്യുന്നത് മൃഗതുല്യരായ അധികാരവർഗത്തോടാണ്. അവർക്ക് ഞങ്ങൾ മനുഷ്യരല്ല, ഞങ്ങൾ കീടങ്ങൾ മാത്രമാണ്. അപ്പോൾ ഞങ്ങൾ നിരാഹാര സമരം നടത്തി മരിച്ചു വീഴുകയാണെങ്കിൽ അതിൽ സന്തോഷിക്കുന്ന, ആഹ്ലാദിക്കുന്ന ഒരു ഭരണകൂടമാണ് സൗത്ത് ആഫ്രിക്കയിൽ നിലവിലുള്ളത്. അതുകൊണ്ട് ഗാന്ധിജിയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു അഹിംസ സമരം ഇവിടെ പ്രായോഗികമല്ല. അതുകൊണ്ട് ഞങ്ങൾ പ്രതിഷേധത്തിന്റെയും മറ്റ് മാർഗങ്ങൾ സ്വീകരിച്ചു എന്നാണ് ദക്ഷിണാഫ്രിക്കയിലെ പോരാളികൾ പറഞ്ഞത്. ഗാന്ധിജി സമരം ചെയ്ത് മരണപ്പെട്ടാൽ, എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഗുരുതരമായ പിഴവാണെന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന് ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ദക്ഷിണാഫ്രിക്കയിലെ ഭരണകൂടത്തെ പോലെ ഇവിടെയുള്ള യുവാക്കളെ പറ്റിയോ സോനം വാങ്ചുക് എന്ന് പറയുന്ന ധീരനായ പോരാളിയെ പറ്റിയോ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് ഒരു കരുതലുമില്ല. അത്തരം ആളുകളെ തുറങ്കിൽ അടക്കാനും ഇല്ലായ്മ ചെയ്യാനും പഴുതുകൾ അന്വേഷിക്കുന്ന ഒരു ഫാഷിസ്റ്റ് ഭരണകൂടമാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അവർക്ക് സോനം വാങ്ചുക്കോ, ഈ രാജ്യത്തെ യുവാക്കളോ, അവരുടെ ജീവനോ, അവരുടെ ജീവിതമോ, അവരുടെ പ്രയാസങ്ങളോ ഒരു പ്രശ്നവുമില്ല. സംഘപരിവാറിന്റെ മോദി ഭക്തരായ അടിമകൾ എന്തൊക്കെ അപരാധങ്ങളാണ് രാജ്യത്തെ പ്രമുഖനായ ഒരു വ്യക്തിയെക്കുറിച്ച് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ
രാജ്യദ്രോഹിയായി ചിത്രീകരിക്കുന്നു. സമരം ചെയ്യുന്ന യുവാക്കളെ അധിക്ഷേപിക്കുന്നു. അവർ രാജ്യവിരുദ്ധരാണെന്ന് പ്രഖ്യാപിക്കുന്നു. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമാധാനത്തോടെ സമരം ചെയ്യുന്ന യുവാക്കളെ കുറിച്ച് അധിക്ഷേപങ്ങൾ പറയുന്ന, അവരെ തെരുവിൽ തല്ലുന്ന ഒരു സർക്കാരാണ് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകാധിപത്യ പ്രവണതകളുമായി പോകുന്ന മോദിയുടെ സിംഹാസനം ഇളക്കാൻ ഈ രാജ്യത്തെ പൗരന്മാർക്ക് കഴിയും എന്ന് ഓർക്കുന്നത് നല്ലതാണ്. രാജ്യത്തെ യുവാക്കളെ അവഗണിച്ചുകൊണ്ട്, രാജ്യത്തെ വിയോജിപ്പുകളെ അവഗണിച്ചുകൊണ്ട്, വിവരങ്ങളെ അവഗണിച്ചുകൊണ്ട് ഭരണകൂടത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നതാണ് വസ്തുത.